Hello students, welcome to our new class. So നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അല്ലേ, നമ്മുടെ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ഐ, നമ്മുടെ മനുഷ്യന്റെ കണ്ണ് അല്ലെ, ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്. അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ ഒബ്ജക്റ്റുകളെയും അഥവാ നമ്മുടെ നേച്ചറിനെയും ഒക്കെ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഐ അല്ലെ, നമ്മുടെ ഐ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഐന്റെ എന്തൊക്കെ സവിശേഷതകളും അതുപോലെ തന്നെ നമുക്ക് ഐക്ക് വരാകുന്ന ഡിസീസസ്, അതുപോലെ ഓരോ സൈറ്റ്നെസ് ഉണ്ട്, അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എ ഹ്യൂമൻ ഐ? നമ്മുടെ ഹ്യൂമൻ ഐ എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹ്യൂമൻ ഐയുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാവോ? യു ക്യാൻ സീ ദ ഹ്യൂമൻ ഐ. ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്നതല്ല, നമ്മുടെ കംപ്ലീറ്റ് ഐ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഹ്യൂമൻ ഐയെ 2 ചേംബേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഹ്യൂമൻ ഐയെ പറ്റി വേണം നമ്മൾ ആദ്യം പഠിക്കാൻ. അതിനുശേഷം വേണം നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ നമ്മുടെ കണ്ണിന് വരാമെന്നും അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിയാൻ പറ്റുന്ന വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചെറുതായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ വളരെ പ്രോബ്ലം അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ പഠിച്ച് നമുക്ക് നല്ല ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ ഐ. ഓക്കെ, സോ ഹ്യൂമൻ ഐയെ പറ്റി നമുക്ക് ആദ്യം നോക്കാനുള്ള കാര്യം, വി ഹാവ് ദ കംപ്ലീറ്റ് സ്ട്രക്ചർ. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഉണ്ട് ഹ്യൂമൻ ഐയുടെ. ശ്രദ്ധിക്കുക, ദേ ഹാവ് 2 ചേംബേഴ്സ്. നമ്മുടെ ഹ്യൂമൻ ഐക്ക് 2 ചേംബേഴ്സ് ഉണ്ട്. ദ ഫസ്റ്റ് ചേംബേഴ്സ് ഇവിടെ മുതൽ ഇവിടം വരെ. This is the first chamber. See, നമ്മൾ bulged outside, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം കണ്ടാലോ അല്ലെ? ഈ ഒരു ഭാഗത്ത് നമ്മൾ this is chamber 1, this is the first chamber, and this is the second chamber. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, this is the second chamber. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് അല്ലെ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡി പാർട്സിൽ ഏറ്റവും സെൻസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന ഭാഗമാണ് എന്താ? ഐ. ഓക്കെ, സോ അത് എന്തുകൊണ്ടാണ് ഐ ഇത്രയും സെൻസിറ്റീവ് ആവുന്നത്? നമുക്ക് നമ്മുടെ വേൾഡ് ഇത്ര കളർഫുൾ ആയിട്ട് കാണാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ഐ. സോ ഐക്ക് വരുന്ന ഓരോ ഡിഫക്റ്റും നമ്മളെ നന്നായിട്ട് തന്നെ ബാധിക്കും. സോ നമുക്ക് ആദ്യം ഐയുടെ ഓരോ പാർട്സുകളെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, ഈച്ച് ആൻഡ് എവറി പാർട്ട്, നമുക്ക് ഏതൊക്കെ പാർട്ടുകൾ ഉണ്ട് ഐക്ക് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, വി ഹാവ് എ ഹ്യൂമൻ ഐ, റൈറ്റ്? അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇസ് കോർണിയ. യു ക്യാൻ സീ കോർണിയ ഹിയർ. ഓക്കെ, കോർണിയ എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ണ്. നമ്മൾ കണ്ണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു ലെയർ ആണ് എന്ത്? വി നോ കോർണിയ. Okay, then the second one is iris. ഏതാണ്? iris. Then the third one is sclera. What is sclera? Then you can see the pupil, lens, ciliary muscles and conjunctiva. ഇതൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പാർട്സ്. ആൻഡ് ദ സെക്കൻഡ് വൺ, നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്താ? റെറ്റിന. വാട്ട് ഈസ് റെറ്റിന? റെറ്റിന ഇസ് വെരി ഇമ്പോർട്ടന്റ്. ശ്രദ്ധിച്ചു വെക്കുക, വാട്ട് ഈസ് റെറ്റിന എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിന് റെറ്റിനയെ പറ്റി ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഒപ്റ്റിക്കൽ നെർവ്, വെരി ഇമ്പോർട്ടന്റ്, ഒപ്റ്റിക്കൽ നെർവ്. Then nuclear, retinal blood vessels, then vitreous body, അഥവാ vitreous chamber എന്നാണ് പറയുക. This is aqueous chamber and this is vitreous chamber. ഞാൻ പറഞ്ഞു 2 ചേംബർ ഉണ്ടെന്നല്ലേ? First one is aqueous chamber and second one is vitreous chamber. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മുടെ ഹ്യൂമൻ ഐയിൽ ഉള്ളത് അല്ലെ? അപ്പൊ ഈ ഭാഗം ഇപ്പോൾ തന്നെ പഠിക്കുക. വാട്ട് ഇസ് ദ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോർണിയ. കോർണിയയിൽ മുതലാണ് നമ്മൾ ആദ്യം എപ്പോഴും പഠിച്ചു വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഭാഗമാണ് എന്ത്? കോർണിയ. സോ ഇവിടെ മുതൽ പഠിക്കുക. സ്ക്ലീറ, ഐറിസ്, കോർണിയ, pupil, lens, ciliary muscles and conjunctiva. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു ഭാഗം കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഈ ഭാഗത്തേക്ക് പോകുക. അപ്പൊ എന്താണ് ഇൻ ഡീറ്റെയിൽസ്? അപ്പൊ നിങ്ങൾ ചോദിക്കും, വാട്ട് ഇസ് കോർണിയ, വാട്ട് ഇസ് ഐറിസ് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാം അല്ലെ? നിങ്ങൾക്ക് എന്താണെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. സോ വാട്ട് ഇസ് കോർണിയ? നമുക്ക് ആദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ ഇസ് കോർണിയ. എന്താണ് കോർണിയ നോക്കുക. ഓക്കെ, ദ വേരിയസ് പാർട്സ് ഓഫ് ഹ്യൂമൻ ഐ ആൻഡ് ദിയർ റെസ്പെക്റ്റീവ് ഫങ്ഷൻസ് ആർ ഇൻക്ലൂഡഡ്. നമ്മുടെ ഈ ഭാഗങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, അവരുടെ ഫങ്ഷൻസ് ആണ് ആദ്യം പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് കോർണിയ. നമ്മുടെ ആദ്യത്തെ പാർട്ട്, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന പാർട്ടാണ് എന്ത്? കോർണിയ. വാട്ട് ഇസ് കോർണിയ? എന്താണ് കോർണിയ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ. നമ്മുടെ ഹ്യൂമൻ ഐയുടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് എന്ത്? കോർണിയ. of eye, the refraction of light rays entering the eye. ഇവിടെയാണ് എന്ത്? റിഫ്രാക്ഷൻ ഓഫ് ഐ. എങ്ങനെയാ റിഫ്രാക്ഷൻ നടക്കുക? സി, നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത് എയറിലൂടെയാണ് ട്രാവൽ ചെയ്യുക അല്ലെ. നമ്മൾ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പഠിച്ചാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ എന്താണ് റിഫ്രാക്ഷൻ എന്ന് മറന്നു പോവില്ലല്ലോ. ലൈറ്റ് എവിടെയാ എത്തുന്നത്? ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എയർ. എയറിൽ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് എത്തുകയാണ് അല്ലെ. എയർ ഈസ് എ വൺ മീഡിയം ആൻഡ് അവർ ഐ ഈസ് അനദർ മീഡിയം. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. സോ എയറിൽ നിന്ന് നമ്മുടെ ഐയിലേക്ക്, നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ആ ലെയറിലാണ് എന്ത് നടക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെയർ, നമ്മുടെ കണ്ണിലേക്ക് നമ്മൾ തൊടുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് ഫസ്റ്റ് ലെയർ ഇസ് cornea. Okay, so cornea is a protective layer of eye. എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ പഠിക്കുക. What? Cornea എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടായിരിക്കും this is the first layer or this is the protective layer of eye. And എവിടെയാണ് റിഫ്രാക്ഷൻ നടക്കുക? ഇവിടെയാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നടക്കുക. So where is cornea? നിങ്ങൾ നോക്കിയേ cornea എവിടെയാണെന്ന്. This is cornea. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് cornea എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഫസ്റ്റ് ലെയർ. ഓക്കെ, നമ്മുടെ കണ്ണിലേക്ക് തൊടുമ്പോൾ നമുക്ക് കാണുന്ന ആദ്യത്തെ ലെയർ ആണ് എന്താ? കോർണിയ. ദിസ് ഇസ് ദ കോർണിയ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, സി ഐറിസ്. വാട്ട് ഇസ് ഐറിസ്? എന്താണ് ഐറിസ് എന്ന് നോക്കാം. എ മസ്കുലാർ ഡയഫ്രം ദാറ്റ് ഈസ് adjustable. It control the size of pupil. ഓക്കെ, ഈ പ്യൂപ്പിളിന്റെ സൈസിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, മീൻ ചെറുതാകാനും വലുതാകാനും സഹായിക്കുന്ന ഒരു ഭാഗമാണ് എന്താ? ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ മസ്കുലാർ ഡയഫ്രം. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇറ്റ് ഈസ് എ മസ്കുലാർ ഡയഫ്രം ദാറ്റ് ഈസ് അഡ്ജസ്റ്റബിൾ. എന്താ വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് നമുക്ക് എൻലാർജ് ചെയ്യാൻ പറ്റും, കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസ്കുലാർ ഡയഗ്രത്തെ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് ഐറിസ്. സോ നമുക്ക് എവിടെയാണ് ഐറിസ് എന്ന് നമുക്ക് നോക്കിയാലോ. നോക്കാം. സി ഐറിസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഐറിസ് എന്ന് പറയുന്നതാണ്, യു ക്യാൻ സി ഇവിടെ കണ്ടോ ഒരു ബ്ലാക്ക് കളർ. ദിസ് ഇസ് ഐറിസ്. ഓക്കെ, ഐറിസ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ളതാണ് എന്ത്? ഐറിസ് എന്ന് പറയുന്നത്. സോ ഈ ഐറിസ് ആണ് നമ്മുടെ പ്യൂപ്പിൾ. വാട്ട് ഇസ് പ്യൂപ്പിൾ? എന്താ ഈ പ്യൂപ്പിൾ എന്ന് പറയുന്നത്? നിങ്ങൾ കണ്ണിലേക്ക് നോക്കുമ്പോൾ കണ്ണിന്റെ നമ്മളിപ്പം ഒരു സർക്കുലാർ ആയിട്ടായിരിക്കും നമുക്ക് കാണാം അല്ലെ. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോള് പോലെ നമുക്ക് കാണാമല്ലോ, ഒരു കറുത്ത ഒരു ഹോൾ. ഇതിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്യൂപ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നിങ്ങൾ പെട്ടെന്നൊന്ന് പേടിക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു അത്ഭുതം കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കുമ്പോൾ ദിസ് പ്യൂപ്പിൾ എന്ത് ചെയ്യും? എൻലാർജ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്തായിട്ട്? എൻലാർജ്. നമ്മൾ പേടിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് ഇങ്ങനെ നന്നായിട്ട് എന്തായാലും എക്സ്പാൻഡ് ചെയ്യും അല്ലെ, അത് എൻലാർജ് ചെയ്യും അല്ലെ. ഈ എൻലാർജ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഈ പ്യൂപ്പിളും എന്ത് ചെയ്യും? എൻലാർജ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇൻ കേസ് നമ്മുടെ കണ്ണിലേക്ക് ഒരു ടോർച്ച് അടിക്കുകയാണെന്ന് വിചാരിക്കുക, അഥവാ ഒരു വലിയ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരികയാണ്, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ണ് ചുളിക്കും അല്ലെ, ഒന്ന് ഇങ്ങനെ ചുളിക്കും. അതെന്തിനായിരിക്കും? ആ സമയത്ത് നമ്മുടെ പ്യൂപ്പിളും എന്ത് ചെയ്യും? ഇങ്ങനെ ചെറുതാകും. അപ്പൊ ഈ വലുതാകാനും അഥവാ കോൺട്രാക്ട് ചെയ്യാനും അഥവാ എൻലാർജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ് എന്താ? ഐറിസ്. സോ ഇറ്റ് ഈസ് എ മസ്കുലാർ. അതിന് നമ്മൾ ഒരു ഡയഫ്രം ആണ്. ഓക്കെ, അതെന്തിനാ? പ്യൂപ്പിളിനെ എൻലാർജ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയഗ്രാം ആണ് എന്ത്? ഐറിസ് എന്ന് പറയുന്നത്. Okay, I think you are clear. So then the second one is pupil. What is a pupil? നമുക്ക് നോക്കാം. It regulates the amount of light entering the eye. It regulates the amount of light entering the eye. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, നമ്മുടെ എന്താണ്? നമ്മുടെ കുറേ അധികം ലൈറ്റ്, ഒരു ടോർച്ച് പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിലേക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന റിഫ്ലക്സ് ആക്ഷൻ എന്തായിരിക്കും? നമുക്ക് പെട്ടെന്ന് എന്താ തോന്നുക? കണ്ണ് ഇങ്ങനെ നമ്മൾ ചിമ്മും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ കണ്ണ് ഓട്ടോമാറ്റിക്കലി അടയ്ക്കും.
ഓക്കെ, അതെന്തുകൊണ്ടാ? നമ്മുടെ ഐക്ക് ഒരു എമൗണ്ട് ഓഫ് ലൈറ്റ് ഉണ്ട്, എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഓഫ് ലൈറ്റ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? പ്യൂപ്പിൾ. ഓക്കെ, ഒരു എമൗണ്ട് ഓഫ് ലൈറ്റ് ഉണ്ട്, അതിനനുസരിച്ചുള്ള മാത്രമേ നമ്മുടെ ഐയിലേക്ക് കടത്തി വിടുള്ളൂ. അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ആര്? പ്യൂപ്പിൾ. സോ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ചെറുതാകുകയും ചെയ്യുന്ന ഓവർ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുകയാണെങ്കിൽ, അഥവാ ഒരു സൂര്യപ്രകാശം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കണ്ണ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ജസ്റ്റ് ഒന്നും ചെയ്യും, നമ്മൾ കണ്ണൊന്ന് ചുരുങ്ങി വെക്കും അല്ലെ. സോ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് പ്യൂപ്പിൾ. ക്ലിയർ? സോ എന്താണ് ഐറിസ് നമ്മൾ പറഞ്ഞു, എന്താണ് പ്യൂപ്പിൾ എന്നും പറഞ്ഞു അല്ലെ. അപ്പൊ മറന്നു പോവരുത്, നമ്മൾ ആദ്യം പഠിച്ച കാര്യം എന്തായിരുന്നു? കോർണിയ. കോർണിയ എന്ന് പറയുന്ന ഏതാണ്? ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ. നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്ന ഒരു ലെയർ ആണ് എന്ത്? കോർണിയ. ദ സെക്കൻഡ് വൺ ഈസ് ഐറിസ്. ഐറിസ് എന്ന് പറയുന്ന ഒരു മസ്കുലാർ ഡയഗ്രം ആണ്. പ്യൂപ്പിളിനെ എന്താണ്? പ്യൂപ്പിളിന്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, പ്യൂപ്പിളിന്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണിത് ഐറിസ്. Then the third one, the third part is pupil. The third part is pupil. Pupil എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ടു റെഗുലേറ്റ് ദ ലൈറ്റ് അല്ലെ. നമ്മുടെ ഐയിലേക്ക് വരുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, ദ എമൗണ്ട് ഓഫ് ലൈറ്റ്, നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിനെ എത്രത്തോളം എമൗണ്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആര് യൂസ് ചെയ്യുന്നത്? പ്യൂപ്പിൾ. Then the second, then the third one, the fourth one is eye lens. എന്താണ്? ഐ ലെൻസ് ആണ് നമ്മുടെ ഫോർത്ത് കാര്യം. ഓക്കെ, അപ്പൊ എന്താ എവിടെയാണ് നിങ്ങൾക്ക് ഐ ലെൻസ് കാണാൻ സാധിക്കുക? സി, യു ക്യാൻ സി. കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഐ ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്യൂപ്പിളിനും ഐറിസിനും ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ഐ. ഐ ലെൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് കോൺവെക്സ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഓക്കെ, നമ്മുടെ ഐ ലെൻസ് എങ്ങനെയാ കാണുക? ഈ ഒരു രീതിയിലാണ് ഐ ലെൻസ് കാണുക. ദാറ്റ് മീൻ ട്രാൻസ്പെറന്റ് ആണ്, ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചർ ആണ്. നമുക്ക് കൈകൊണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചറിലാണ് നമുക്ക് ഹ്യൂമൻ ഐ ലെൻസ് കാണാൻ സാധിക്കുക. ദിസ് ഇസ് കോൺവെക്സ്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ഐ ലെൻസ് എന്ന് പറയുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. രണ്ട് ഭാഗവും ബൾജ്ഡ് ഔട്ട്സൈഡ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ഐ ലെൻസ് എന്ന് പറയുന്നത്. കോൺകേവ് അല്ല. ഇത് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ അസേർഷൻ ആൻഡ് റീസണിങ്ങിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഐ ലെൻസ് എന്ന് പറയുന്നത് ഏതാണ്? കോൺവെക്സ് ഓർ കോൺകേവ്? കോൺവെക്സ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഐ ലെൻസ്. എന്താണ് നമ്മുടെ ലെൻസിന്റെ പ്രത്യേകതകൾ? ഓക്കെ, സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഐ ലെൻസ്? സി, ഫോക്കസസ് ദ ലൈറ്റ് റേസ്. നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റ് റേസിനെ ഇവർ എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഡയഗ്രാംസ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. നമ്മൾ ഡയഗ്രാംസ് പഠിച്ചതാണ്. ഒരു ലൈറ്റ് വരികയാണെങ്കിൽ അത് എങ്ങനെ ഫോക്കസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ. സോ ഇതേപോലെ അവരെന്ത് ചെയ്യും? ഒരു ഭാഗത്തേക്ക് പലതരത്തിൽ നമ്മുടെ റേ ഓഫ് ലൈറ്റ് വരും, നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ അത് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹ്യൂമൻ ലെൻസ് ആണ്. ഓക്കെ, അത് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ലെൻസ്. ദെൻ very important, focuses the light rays and forms an inverted image on the retina. ഇൻവേർട്ടഡ് ഇമേജ് ഓൺ റെറ്റിന. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെറ്റിനയിൽ മാത്രമേ നമ്മുടെ ഫോൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ഇമേജസ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ റെറ്റിന എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നമ്മുടെ ഈ ലൈറ്റ് ഫോൾ ചെയ്ത് ലൈറ്റിന്റെ ഈ ഒരു ഇത് ഫോൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് നമ്മുടെ കണ്ണില് ഓരോ ഒബ്ജക്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് വഴിയെ വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്, വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഐ ലെൻസ്. എന്താണ് ഐ ലെൻസ് എന്ന് നോക്കിയാലോ? ഇറ്റ് ഫോക്കസസ് ദ ലൈറ്റ് റേസ് ആൻഡ് ഫോംസ് ഇൻവേർട്ടഡ് ഇമേജ്. ഓക്കെ, ഇൻവേർട്ടഡ് ഇമേജ് ഓൺ ദ റെറ്റിന. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിക്കുക. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസ് ആണ് നമ്മുടെ ഹ്യൂമൻ ഐയിലെ ലെൻസ് തരിക. ഓക്കെ, സോ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലെൻസ്? നമ്മുടെ കണ്ണിലെ ലെൻസ് എന്തിനാ?
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ചെറിയ അക്ഷരവും നമ്മൾ സൂം ചെയ്ത് നമ്മൾ നന്നായിട്ട് കാണാറുണ്ട്. വളരെ ദൂരെയുള്ള വസ്തുക്കളെയും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ അതെങ്ങനെയാ പറ്റുന്നത്? നമ്മുടെ ഐക്ക് ഒരു ലെൻസേ ഉള്ളൂ അല്ലെ. അപ്പോ നമ്മുടെ ലെൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യും. എന്ത് അഡ്ജസ്റ്റ് ചെയ്യും? അവരുടെ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് നമുക്ക് ദൂരെയുള്ള ഫാർ ഓബ്ജക്ട്സിനെ നമുക്ക് കാണാൻ സാധിക്കും, അടുത്തുള്ള ഓബ്ജക്ട്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഹ്യൂമൻ ഐയുടെ പ്രത്യേകത. ഓക്കെ, ദ നെക്സ്റ്റ് സീലിയറി മസിൽസ്. വെരി ഇമ്പോർട്ടന്റ് വൺ ഇസ് സീലിയറി മസിൽസ്. അപ്പൊ നമ്മൾ പ്രായം ചെല്ലും തോറും നിങ്ങൾ അറിഞ്ഞിരിക്കുക, പ്രായം ചെല്ലും തോറും ഈ സീലിയറി മസിൽസിന് വളരെ ഒരു റിലാക്സ് ചെയ്യാൻ, കോൺട്രാക്ട് ചെയ്യാനോ വലിഞ്ഞു മുറുകാനോ അഥവാ ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ സീലിയറി മസിൽസ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കണ്ണുകൾക്ക് ലെൻസ് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് എന്ത്? സീലിയറി മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫിഫ്ത്ത് വൺ ഈസ് സീലിയറി മസിൽസ്. Okay, so what is ciliary muscles? എന്തിനാണ് ഈ ciliary muscles? Okay, adjust the curvature of eye lens. It adjusts the curvature of eye lens. That mean എന്തിനാ ഈ curvature ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? That mean നമ്മൾ ചെറിയ ഒബ്ജക്ട്സുകൾ കാണും അല്ലെ, നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഒരു സൂചിയിൽ നൂല് കോർക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണോ ചെയ്യുക? അല്ല, നമ്മൾ അടുത്തേക്ക് ചെന്ന് ശ്രദ്ധയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? നൂല് കോർക്കും അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെറിയ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള നീഡിലിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അവിടെ ഉണ്ടാകുന്ന കർവേച്ചറിന് ഒരു ചേഞ്ച് വേണം. ഓക്കെ, നമ്മുടെ ഫോക്കസ് അഥവാ നമ്മുടെ ഫോക്കൽ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കൂ അല്ലെ. അപ്പോ അടുത്തുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് കാണുകയും വേണം, അതുപോലെ തന്നെ ദൂരെയുള്ള ഒബ്ജക്ട്സിനെയും നമുക്ക് കാണണം. അപ്പോ അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ്, ദൂരെയുള്ളതും കാണണം അടുത്തുള്ളതും കാണണം അല്ലെ. അപ്പൊ ഒരു ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ അഥവാ ഫിക്സഡ് കർവേച്ചർ ആണെങ്കിൽ നമുക്ക് ഈ രണ്ടും കാണാൻ സാധിക്കുകയോ? കാണാൻ സാധിക്കില്ല. സോ നമ്മുടെ ഈ നമ്മുടെ ലെങ്സിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലെങ്സ് ഇപ്പോ ഈ ഒരു സൈസ് ആണെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു സൈസുള്ള ലെങ്സ് ആണെങ്കിൽ നമുക്ക് അടുത്തുള്ളത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് രണ്ട് തരത്തിൽ നമ്മൾ കാണാം. നമ്മുടെ ലെങ്സ് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതും കാണാം, അതുപോലെ തന്നെ ലെങ്സിന് നമുക്ക് എങ്ങനെ ചുരുങ്ങിയ രീതിയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ലെങ്സിനെ രണ്ട് തരത്തിൽ കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ത്? സീലിയറി മസിൽസ്. ആരാണ്? സീലിയറി മസിൽസ്. ഈ സീലിയറി മസിൽസ് എവിടെയാ കാണാൻ സാധിക്കുക? നമ്മുടെ ലെങ്സിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട്. നിങ്ങൾക്ക് വരച്ചു തരാണെങ്കിൽ ജസ്റ്റ് കൺസിഡർ, ഇത് നമ്മുടെ ലെങ്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഈ ലെങ്സിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇവിടെ ഇങ്ങനെ കാണപ്പെടുന്ന നമ്മുടെ മസിൽസ് ആണ് എന്ത്? സീലിയറി മസിൽസ്. ഇതാണ് എന്ത്? ഈ രണ്ട് ഭാഗത്തും കാണുന്നതാണ് സീലിയറി മസിൽസ്. സീലിയറി മസിൽസ് എന്ത് ചെയ്യും? അടുത്തേക്കുള്ളത് കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിക്കും. ഈ രണ്ട് ഭാഗത്തു നിന്നും സീലിയറി മസിൽസ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അടുത്തുള്ള സാധനം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ വെക്കുക? അല്ല അല്ലെ. അപ്പൊ നമ്മൾ അടുത്തുള്ളത് കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് വലിക്കും. ദാറ്റ് മീൻ സീലിയറി മസിൽസിന്റെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ സമയത്തുമാണ് എന്ത് സംഭവിക്കുക? നമ്മുടെ ലെങ്സിന്റെ കർവേച്ചർ ചേഞ്ച് ഉണ്ടായിരിക്കുക. എന്തുണ്ടായിരിക്കുക? നമ്മുടെ ലെങ്സിന്റെ കർവേച്ചർ ചേഞ്ച് എപ്പോഴാണ് ഉണ്ടാകുക? നമ്മുടെ സീലിയറി മസിൽസ് ഒന്നെങ്കിൽ എക്സ്പാൻഡ്, നമ്മൾ വലിഞ്ഞു മുറുകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിലാക്സ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഇവിടെയുള്ള ലെങ്സിന് എന്ത് ചേഞ്ച് ഉണ്ടാവുക? കർവേച്ചറിന് ഒരു മാറ്റം ഉണ്ടാവുക. എങ്ങനെയൊക്കെ ആ മാറ്റം ഉണ്ടാവുക? ഇങ്ങനെ ഇതായിരിക്കും നമ്മുടെ നോർമൽ ലെങ്സ് അല്ലെ. ഈ ലെങ്സിന് നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഈ ഒരു രീതിയിലാക്കാം. ദാറ്റ് മീൻ നമ്മുടെ ലെങ്സിനെ നമ്മൾ റിലാക്സ് ചെയ്യാണ്. ഓക്കെ, സീലിയറി മസിൽസ് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? റിലാക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാകും. ഇനി നമ്മൾ വലിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ സീലിയറി മസിൽസ് ഉപയോഗിച്ച് നന്നായിട്ട് വലിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ലെങ്സ് ഈ ഒരു രീതിയിൽ, ദാറ്റ് മീൻ വളരെ തിന്നായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് മീൻ സീലിയറി മസിൽസ് നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ലെങ്സിനെ കാണാൻ സാധിക്കുക. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ സീലിയറി മസിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചു വെക്കുക. നമുക്ക് അടുത്ത പാട്ടുകളിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫോക്കസ് പഠിച്ചു, അല്ലെങ്കിൽ ലെങ്സ് പഠിച്ചു, സീലിയറി മസിൽസ് പഠിച്ചു. സോ വേർ ഇസ് സീലിയറി മസിൽസ്? കാണാൻ പറ്റുന്നുണ്ടോ? സീലിയറി മസിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദിസ് ഇസ് ദ സീലിയറി മസിൽസ്.
ഈ ഭാഗത്തായി കാണുന്ന ഈ ഭാഗം ലെങ്സിന്റെ തൊട്ട് മുകളിലും താഴെയായി കാണുന്ന ഭാഗത്തിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക? സീലിയറി മസിൽസ് കാണാൻ സാധിക്കുക. ഓക്കെ, സോ എന്തിനാണ് നമ്മൾ സീലിയറി മസിൽസ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ലെങ്സിന്റെ കർവേച്ചർ ചേഞ്ചിന് വേണ്ടി അല്ലെ, കർവേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സീലിയറി മസിൽസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, then next see next is retina. Very important part ആണ് എന്ത്? retina. So what is retina? It acts as a screen for forming image. നമുക്ക് ഇമേജ് ഫോം ചെയ്യണം അല്ലെ, ഇമേജ് ഫോം ചെയ്യണം. ആ ഇമേജ് ഫോം ചെയ്യുന്ന ഒരു സ്ക്രീൻ ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? റെറ്റിന. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു we have two chambers, aqueous chamber and vitreous chamber അല്ലെ. ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ദിസ് ഇസ് വിട്രിയസ് ചേംബർ എന്ന് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് കൺസിഡർ, ഇവിടെയാണ് നമ്മുടെ റെറ്റിന എന്ന് വിചാരിക്കുക. ഈ റെറ്റിനയിൽ തന്നെ നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യണം? ഫോൾ ചെയ്യണം. ബിക്കോസ് ഈ റെറ്റിനയുടെ ഇവിടെയാണ് നമുക്ക് മക്കളെ ഉണ്ടാവുക ഒപ്റ്റിക്കൽ നെർവ്. എന്താണ്? ഒപ്റ്റിക്കൽ നെർവ്. ഈ റെറ്റിനയുടെ എൻഡിങ്ങിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒപ്റ്റിക്കൽ നെർവ് കാണാൻ സാധിക്കും. അപ്പൊ എന്തിനാ ഒപ്റ്റിക്കൽ നെർവ്? ഒപ്റ്റിക്കൽ നെർവ് ആണ് നമ്മുടെ ഈ സെൻഡ് ചെയ്യും, മെസ്സേജ് സെൻഡ് എങ്ങോട്ട് ചെയ്യും? നമ്മുടെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്ത് ബ്രെയിനോട് പറയുകയാണ്, ഇതാ ഈ കുട്ടി കാണുന്നത് ഒരു പെന്നാണ്. സോ ബ്രെയിൻ തിരിച്ചൊരു മെസ്സേജ് നമ്മുടെ കണ്ണിന് കൊടുത്ത് ആ സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇവിടെയുള്ള ഈ പെന്നിനിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? റെറ്റിനയിൽ പോയി നമ്മുടെ ലൈറ്റിന് ഫോളോ ചെയ്താൽ ആ ഇമേജ് റെറ്റിനയിലാണ് ഫോളോ ചെയ്തതെങ്കിൽ നമുക്ക് അവിടെ ഒപ്റ്റിക്കൽ നെർവ് ഉണ്ട്. ഒപ്റ്റിക്കൽ നെർവ് എങ്ങോട്ട് സെൻഡ് ചെയ്യും? മെസ്സേജ് എങ്ങോട്ടാ സെൻഡ് ചെയ്യുക? ബ്രെയിനിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യും. ഒപ്റ്റിക്കൽ നെർവ് ആണ് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു മെസ്സേജ് കാരിയർ ആയിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ നെർവ് ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യും. ഈ ബ്രെയിൻ തിരിച്ച് ഒപ്റ്റിക്കൽ നെർവിലേക്കും എന്ത് സെൻഡ് ചെയ്യും? മെസ്സേജ് സെൻഡ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഇത് എന്റെ കയ്യിലുള്ളത് പെന്നാണെന്ന് ഞാൻ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, എന്നാൽ റെറ്റിനയിൽ അല്ലെങ്കിലോ? അല്ലെ, റെറ്റിനയിൽ അല്ല ഇപ്പോ ഇമേജ് ഫോം ചെയ്ത്, ദാറ്റ് മീൻ റെറ്റിനയിൽ അല്ലാതെ എനിക്ക് ഈ ഭാഗത്താണ് എന്റെ ഇമേജ്, ഇവിടെയാണ് എനിക്ക് ഇമേജ് ഫോം ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ നെർവ് അവിടെ ഉണ്ടോ? ഇല്ല. ഒപ്റ്റിക്കൽ നെർവ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ബ്രെയിനിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് കാണാൻ സാധിക്കുകയോ? ഇല്ല. സോ ഈ സമയങ്ങളിലാണ് നമ്മൾ ആളുകൾ പറയാറുണ്ട് അല്ലെ, കണ്ണ് കാണുന്നില്ല എന്ന്. അതെന്തുകൊണ്ടാ? ഒപ്റ്റിക്കൽ നെർവ് അഥവാ റെറ്റിനയിലല്ല നമ്മുടെ ഇമേജ് വന്ന് ഫോം ചെയ്തിരിക്കുന്നത്. സോ വെരി ഇമ്പോർട്ടന്റ് പാർട്ടാണ് വാട്ട് ഈസ് റെറ്റിന. എന്താണ് റെറ്റിന? ഇറ്റ് ആക്ട് ആസ് എ സ്ക്രീൻ ഫോർ ഫോമിങ് ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രീൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് റെറ്റിന. ഐ തിങ്ക് യു ആർ ക്ലിയർ. ഓക്കെ, വെരി സിമ്പിൾ ആണ്. സോ വാട്ട് ഈസ് റെറ്റിന? ഇറ്റ് ഈസ് എ സ്ക്രീൻ. അപ്പൊ സ്ക്രീൻ എന്ന് പറയുമ്പോൾ, റെറ്റിന എന്ന് പറയുമ്പോൾ ഇമേജ് ഫോം ചെയ്യാനുള്ള ഒരു സ്ക്രീൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഒപ്റ്റിക് നെർവ്. ഞാൻ പറഞ്ഞു എന്താണ്? ഇറ്റ് സെൻഡ് സിഗ്നൽസ് ടു ബ്രെയിൻ. ഇതെന്ത് ചെയ്യും? ബ്രെയിനിലേക്ക് സിഗ്നൽസ് പാസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? ഒപ്റ്റിക്കൽ നെർവ്. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ നെർവ് നമ്മൾ എവിടെയാ കാണുന്നത്? റെറ്റിനയുടെ തൊട്ടു പിറകിലായിട്ട്. നെർവ് എൻഡിങ് എന്നാണ് പറയുക. അപ്പൊ റെറ്റിനയുടെ എൻഡിങ്ങിൽ നമുക്ക് ഒപ്റ്റിക്കൽ നെർവ്സ് കാണാം. ഈ ഒപ്റ്റിക്കൽ നെർവ്സ് ആണ് എന്തിന് സഹായിക്കുന്നത്? നമ്മുടെ ബ്രെയിനിലേക്ക് ഈ സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന നെർവ്സ് ആണ് എന്ത്? ഒപ്റ്റിക്കൽ നെർവ്സ്. ഓക്കെ, അപ്പൊ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നു, തിരിച്ച് ബ്രെയിനും എന്ത് ചെയ്യും? മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ദെൻ വി ക്യാൻ സീ ഒബ്ജക്ട്സ്. ഓക്കെ.